തിരുവനന്തപുരം കോർപ്പറേഷൻ കെട്ടിടവുമായി ബന്ധപ്പെട്ട വിവാദം ശക്തമാകുന്നു. VK പ്രശാന്ത് MLA ഓഫീസിൽ നിന്ന് ഒഴിയണമെന്നാവശ്യപ്പെട്ട സംഭവത്തിൽ R ശ്രീലേഖ തുറന്നെതിർപ്പ് രേഖപ്പെടുത്തി. കോർപ്പറേഷൻ കെട്ടിടത്തിന്റെ താഴത്തെ നില മുഴുവൻ MLA കൈയടക്കി വച്ചിരിക്കുകയാണെന്നും അവിടെ കൗൺസിലർക്ക് ഓഫീസ് ഉണ്ടെന്നുമാണ് കോർപ്പറേഷന്റെ വാദം. ഈ ഓഫീസ് എവിടെയെന്ന് അധികൃതർ കാണിച്ചു തരട്ടെ. തന്റെ ഓഫീസ് പ്രവർത്തിക്കുവാൻ സ്ഥലമില്ല. തന്റെ വാർഡിലുള്ള കെട്ടിടമായതുകൊണ്ടാണ് പ്രശാന്തിനോട് ഒഴിയാൻ ആവശ്യപ്പെട്ടതെന്നും ശ്രീലേഖ പ്രതികരിച്ചു. ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്ന വട്ടിയൂർക്കാവ് MLA VK പ്രശാന്തിനോട് കൗൺസിൽ R ശ്രീലേഖ കഴിഞ്ഞ ദിവസമാണ് ആവശ്യപ്പെട്ടത്. ശ്രീലേഖയുടെ വാർഡായ ശാസ്തമംഗലത്തെ കോർപ്പറേഷന്റെ കെട്ടിടത്തിലാണ് പ്രശാന്തിന്റെ ഓഫീസ്. തന്റെ ഓഫീസ് സൗകര്യപ്രദമായി പ്രവർത്തിപ്പിക്കുന്നതിന് പ്രശാന്ത് ഒഴിയണമെന്ന് ഫോണിലൂടെയാണ് ശ്രീലേഖ ആവശ്യപ്പെട്ടത്. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. അടുത്ത മാർച്ച് വരെ ഇതിന്റെ കാലാവധി ബാക്കിയുണ്ട്. കെട്ടിടം ഒഴിപ്പിക്കാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് ഓഫീസ് ഒഴിയേണ്ടി വരും. ഓഫീസ് ഒഴിയണമെന്ന ശാസ്തമംഗലം കൗൺസിലറുടെ ആവശ്യം സാമാന്യ മര്യാദയുടെ ലംഘനമെന്നാണ് VK പ്രശാന്ത് MLA വ്യക്തമാക്കിയത്. അവർക്ക് അധികാരം കിട്ടിയതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം നാടുവിട്ടു പോകണമെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാനാകില്ല. ശ്രീലേഖ ഒറ്റയ്ക്ക് വിളിച്ച് ഇത്തരമൊരു കാര്യം ആവശ്യപ്പെടുമെന്ന് കരുതുന്നില്ല. പുതിയ ഭരണ നേതൃത്വം അറിഞ്ഞുകൊണ്ടാണ് സംശയിക്കുന്നതെന്നും VK പ്രശാന്ത് പ്രതികരിച്ചു. ഇന്നലെ രാവിലെയാണ് ശ്രീലേഖ തന്നെ വിളിച്ചത്. കഴിഞ്ഞ 7 വർഷമായി കൗൺസിലറുടെ ഓഫീസും MLA ഓഫീസും ഇതേ കെട്ടിടത്തിൽ സുഖമായി പ്രവർത്തിച്ചു വരികയാണ്. അവരുടെ ഓഫീസ് ചെറുതാണെന്നും സൗകര്യക്കുറവുണ്ടെന്നും മാറിത്തരണമെന്നുമാണ് ആവശ്യപ്പെട്ടത്. മാർച്ച് വരെ കാലാവധി ഉണ്ടെന്നും അത് കഴിഞ്ഞ് മാറാമെന്നുമാണ് അറിയിച്ചത്. ഈ ടൈം കഴിയുന്നതുവരെ ഒഴിയാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും അറിയിച്ചു. സാമാന്യ മര്യാദയുടെ ലംഘനം കൂടിയാണിത്. നഗരസഭാ കൗൺസിൽ അംഗീകരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ വാടക നിശ്ചയിച്ചാണ് മുറി അനുവദിച്ചത് എന്നാണ് VK പ്രശാന്ത് പറയുന്നത്. താൻ മേയറായിരിക്കുന്ന കാലത്താണ് ഈ കെട്ടിടം നിർമ്മിക്കുന്നതും ഉദ്ഘാടനം നടക്കുന്നതുമെങ്കിലും അതൊരു വാദമായി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കടിഞ്ഞു തൂങ്ങേണ്ട ആവശ്യമില്ലെന്നും VK പ്രശാന്ത് പറഞ്ഞു. ഇതെല്ലാം ജനം വിലയിരുത്തും. ഇക്കാര്യത്തിൽ നിയമപരമായ മാർഗങ്ങൾ മാത്രമേ സ്വീകരിക്കൂ. അവിടെ ഇരിക്കൂ എന്ന തീരുമാനമില്ല. പാർട്ടിയുമായി ആലോചിക്കുമെന്നും VK പ്രശാന്ത് പറയുന്നു. നിലവിൽ ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലർക്കും ഓഫീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നുമാണ് ശ്രീലേഖ നേരിട്ട് പ്രശാന്തിനെ വിളിച്ച് അറിയിച്ചത്. R ശ്രീലേഖ ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുമെന്ന് കരുതുവാൻ വയ്യ. ഇത് BJPയുടെ തീരുമാനമാണ്. ഉടൻ ഒഴിയുവാൻ ആലോചിക്കുന്നില്ല എന്നുമാണ് VK പ്രശാന്ത് പറയുന്നത്. നിയമവഴി നോക്കുമെന്നും അദ്ദേഹം പറയുന്നു. നിയമസഭാ കാലാവധി കഴിയും വരെ തുടരുവാൻ 10 മാസം മുൻപ് തന്നെ കോർപ്പറേഷൻ കത്ത് നൽകിയതായി പ്രശാന്ത് മറുപടിയായി നൽകി. കൗൺസിൽ തീരുമാനപ്രകാരമാണ് പ്രശാന്തിന്റെ ഓഫീസ് വാടകയ്ക്ക് ഇവിടെ പ്രവർത്തിക്കുന്നത്. കെട്ടിടം ഒഴിപ്പിക്കുവാൻ BJPക്ക് ഭൂരിപക്ഷമുള്ള കൗൺസിൽ തീരുമാനിച്ചാൽ MLAക്ക് തീർച്ചയായിട്ടും ഈ ഓഫീസ് ഒഴിയേണ്ടി വരും. കൗൺസിലർക്ക് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസ് വേണമെങ്കിൽ മേയർ വഴിയാണ് അനുമതി കിട്ടേണ്ടത്. കെട്ടിട സൗകര്യം ലഭ്യമാണോ എന്ന് സെക്രട്ടറി പരിശോധിച്ച് നടപടിയെടുക്കും. കോർപ്പറേഷന്റെ കെട്ടിടം വാർഡിൽ ലഭ്യമല്ലെങ്കിൽ നിശ്ചിത തുകയ്ക്ക് മറ്റു കെട്ടിടങ്ങൾക്ക് വാടകയ്ക്കെടുക്കാം. ഉത്തരേന്ത്യയിലെ ബുൾഡോസർ രാജ് പോലുള്ള വേറൊരു മാതൃകയാണെന്നും പിന്നിൽ രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടെന്നുമാണ് VK പ്രശാന്ത് പറയുന്നത്. കൗൺസിലറുടെ ഓഫീസിന് ചില സൗകര്യക്കുറവുകളുണ്ട്. അതുകൊണ്ട് MLAയുടെ ഓഫീസ് കൂടി എടുക്കേണ്ടതുണ്ടെന്നും മാറണമെന്നുമാണ് പറഞ്ഞത്. 7 വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ മേയർ ആയപ്പോഴാണ് കോർപ്പറേഷൻ കെട്ടിടങ്ങളിൽ കൗൺസിലർമാർക്ക് കേന്ദ്രങ്ങൾ അനുവദിക്കുന്നത്. അത് ഒഴിയാൻ പറയാൻ നിയമപരമായ രീതിയുണ്ട്. ആദ്യം തീരുമാനം റദ്ദാക്കണം. അങ്ങനെ റദ്ദാക്കി സെക്രട്ടറി നോട്ടീസ് നൽകുമ്പോഴാണ് നടപടിക്രമം ആകുക. ഇവിടെ കൗൺസിലർ വിളിച്ച് MLAയോട് ഒഴിവാൻ പറയുകയാണ്. ഇത് എവിടുത്തെ ന്യായമാണ്? ഇത് ശരിയായ രീതിയല്ലെന്നാണ് അദ്ദേഹം പ്രതികരിച്ചത്. നിലവിൽ ശാസ്തമംഗലത്തുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിലാണ് വട്ടിയൂർക്കാവ് MLAയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഇതേ കെട്ടിടത്തിലാണ് മുൻ കൗൺസിലറിനും ഓഫീസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഈ മുറി ചെറുതാണെന്നും MLA ഓഫീസ് പ്രവർത്തിക്കുന്ന മുറി തനിക്ക് വേണമെന്നുമാണ് ശ്രീലേഖ നേരിട്ട് പ്രശാന്തിനെ വിളിച്ച് അറിയിച്ചിരിക്കുന്നത്. കൗൺസിലർ R ശ്രീലേഖയുടെ ആവശ്യം അനുവദിക്കാനാവില്ലെന്ന് MLA പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ ശ്രീലേഖ BJP സ്ഥാനാർത്ഥിയാകുമെന്നും അഭ്യൂഹമുണ്ട്. ഈ ഒരു അവസരത്തിലാണ് MLA ഓഫീസ് ഒഴിപ്പിക്കുവാൻ കൗൺസിലർ ശ്രമിക്കുന്നതെന്നും ശ്രദ്ധേയമാണ്. അലമാര വെച്ചിരിക്കുന്നത് ബാത്റൂമിലാണ്. കൗൺസിലറുടെ റൂമിൽ സ്ഥലമില്ല എന്നൊക്കെയാണ് ശ്രീലേഖ വാദിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് VK പ്രശാന്ത് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. കഴിഞ്ഞ 7 വർഷമായിട്ട് അവിടുത്തെ MLA ഓഫീസ് പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ കൗൺസിലർ ഓഫീസും അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കൊന്നും പരാതിയില്ലായിരുന്നു.
ഇപ്പോൾ വന്നിട്ടുള്ള കൗൺസിലർക്കാണ് MLA മാറിയാലേ സൗകര്യമുണ്ടാവൂ എന്ന നിലയിൽ ഒരു അഭിപ്രായം പറഞ്ഞതുകൊണ്ട് ഇന്നലെ വിളിച്ചത്. ഞാൻ അപ്പോൾ തന്നെ അത് കരാർ കാലാവധി ഉണ്ട്, കഴിയുന്നവർക്ക് ആലോചിക്കാമെന്ന നിലയ്ക്ക് മറുപടി നൽകി. ഇതൊരു ശരിയായ രീതിയല്ല. ഞാൻ മേയറായിരുന്ന സന്ദർഭത്തിലാണ് ഈ 100 വാർഡുകളിലും വാർഡ് കമ്മിറ്റി ഓഫീസുകൾക്ക് അനുവദിക്കുവാനും നഗരസഭയുടെ കെട്ടിടങ്ങൾ ഉണ്ടെങ്കിൽ അത് എടുക്കണം, ഇല്ല എങ്കിൽ വാടകയ്ക്ക് ഒരു സ്വകാര്യ കെട്ടിടം അടക്കം എടുക്കുവാനുള്ള തീരുമാനമെടുക്കുന്നത്. അന്ന് മേയറായി പ്രതിഷേധിച്ച ഞാനായിരുന്നു. അങ്ങനെ മുൻ മേയർ ആയിരുന്ന ഒരാളോടുകൂടിയാണ് ഇത് പറയുന്നത് എന്നുകൂടി ഓർമ്മിക്കണം. അപ്പോൾ ആ നിലയിൽ ഒരു സാമാന്യ മര്യാദ കാണിക്കാതെയാണ് കൗൺസിലർക്ക് സൗകര്യം വരാത്തതുകൊണ്ട് MLA മാറിത്തരണം എന്ന് പറയുന്ന നില വന്നത്. അപ്പോൾ ഇതൊരു ജനാധിപത്യ സംവിധാനത്തിൽ യോജിച്ച ഒരു കാര്യമല്ല. ഇത് ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ആലോചിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ടെന്ന് VK പ്രശാന്ത് പറഞ്ഞു. അതിന് പരിശോധിച്ച് മാത്രമേ വ്യക്തമാക്കാൻ വേണ്ടി കഴിയൂ. അടുത്ത മാർച്ച് വരെ കരാർ കാലാവധിയുണ്ട്, അതുവരെ തുടരും. അതിനു മുൻപ് ഒഴിപ്പിക്കണമെങ്കിൽ ഒഴിപ്പിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് സംഭാഷണം അവസാനിപ്പിച്ചതെന്ന് VK പ്രശാന്ത് പറഞ്ഞു. അതേസമയം VK പ്രശാന്തിന്റെ ഓഫീസ് ഒഴിയുള്ള നിർദ്ദേശത്തിൽ എന്താണ് നടന്നതെന്ന് പരിശോധിക്കുമെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ VV രാജേഷ് പ്രതികരിച്ചത്. സൗഹൃദത്തിന്റെ പേരിൽ VK പ്രശാന്തിനെ വിളിച്ച് സ്ഥലപരിമിതിയെക്കുറിച്ച് ശ്രീലേഖ സൂചിപ്പിക്കുകയായിരുന്നുവെന്നും VV രാജേഷ് പറഞ്ഞു. VK പ്രശാന്ത് സഹോദര തുല്യനെന്നാണ് ശ്രീലേഖ പ്രതികരിച്ചത്. സംശയമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കാം. താൻ ഒരിക്കലും ആരുടെയും കോൾ റെക്കോർഡുകൾ ചെയ്യാറില്ല എന്നാണ് ശ്രീലേഖ പ്രതികരിച്ചത്. താൻ താഴ്ന്ന സ്വരത്തിൽ, ഒരു യാചനാ സ്വരത്തിലാണ് MLAയോട് സംസാരിച്ചത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും VK പ്രശാന്തിന്റെ കോൾ റെക്കോർഡ് പരിശോധിക്കാം. അതിൽ പകുതി മാത്രമാണ് നിങ്ങൾ കേട്ടിരിക്കുന്നത്, മുഴുവൻ കേൾക്കണമെന്നുമാണ് ശ്രീലേഖ പറയുന്നത്. MLAക്ക് എവിടെ വേണമെങ്കിലും പ്രവർത്തിക്കുവാനുള്ള ഇടം കിട്ടും. കൗൺസിലർക്ക് അലോട്ട് ചെയ്തെടുത്ത് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. മാധ്യമങ്ങൾ നല്ല കാര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിക്കൂ എന്നൊക്കെയാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിലായി ശ്രീലേഖ പ്രതികരിച്ചത്. കൂടാതെ VK പ്രശാന്തിനോട് ഇറ്റ് മൈ റിക്വസ്റ്റ് എന്ന് 3 തവണ പറഞ്ഞതിനു ശേഷമാണ് അദ്ദേഹം കോൾ കട്ട് ചെയ്തത് എന്നാണ് ശ്രീലേഖ പറയുന്നത്. ഞാൻ മോനെ എന്ന് വിളിച്ചാണ് അദ്ദേഹത്തോട് സംസാരിച്ചത്. ബാത്റൂമിൽ ഇരുന്നാണെങ്കിലും താനും പ്രവർത്തകരും ജോലി ചെയ്യും. അത് അദ്ദേഹത്തിന് തന്നെയാണ് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നാണ് ശ്രീലേഖ ഏറ്റവും ഒടുവിലായി പ്രതികരിച്ചിരിക്കുന്നത്.